ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് സിജൂസ് ഹോംലി ഫുഡ്സ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഗൾഫിൽ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. ഞാൻ പോയിട്ടുണ്ടായിരുന്ന അബുദാബിയിലേക്കാണ് എൻ്റെ ബ്രദേഴ്സിൻ്റെ ഒക്കെ അടുത്തേക്ക്. അവിടേക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ അപ്ലോഡ് ആക്കിയിട്ടില്ല. പിന്നെ ചെറിയ ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് എന്നല്ലാതെ വിശദമായിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ട്, പക്ഷെ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് വീഡിയോസ് ഇടാനായിട്ട് കുറച്ച് മടി പിടിച്ചിട്ടുണ്ട്. കുറേ ആയാലും വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് മടികളുണ്ട്. പിന്നെ ജാസി എപ്പോഴും പറയാറുണ്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇടാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ലാഗ് അടിച്ച് പോകും. ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഫോണിൽ ഈ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ തോന്നി. ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഞാൻ മാക്സിമം ഷോർട്ട് ആക്കിയിട്ടുണ്ട്. ഗൾഫിലെ ഓരോരോ വിശേഷങ്ങൾ ഞാൻ കുറേശ്ശെ ആയിട്ട് ഞാൻ അപ്ലോഡ് ആക്കിക്കോളാം. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്ന ടൈമിലുള്ള വീഡിയോ ഒക്കെ കുറേശ്ശെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഫോണിലുണ്ട്. ഇൻഷാ അള്ളാ അതൊക്കെ ഞാൻ അപ്ലോഡ് ആക്കിക്കോളാം. ഞങ്ങൾ അയൺ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. വേൾഡിലെ ബിഗ്ഗസ്റ്റ് വീലാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് എത്രത്തോളം വലുതാണെന്നുള്ളത് നമ്മൾ ഈ നിൽക്കുമ്പോഴേ മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ഒരു ഏരിയക്ക് ബ്ലൂ വാട്ടർ ഐലൻഡ് എന്നുള്ളൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ദുബായിൽ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് അയൺ ദുബായ്. ഞങ്ങൾ നൈറ്റാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു കാണാനായിട്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ദുബായ് അബുദാബി ഈ ഭാഗങ്ങളിലൊക്കെ പോകുമ്പോഴേ തന്നെ നമ്മൾ രാത്രിയാണ് അധികം ഭംഗി ഉണ്ടാവുക. ലൈറ്റുകളും ബിൽഡിങ്ങും ഒക്കെ ഭയങ്കര രസമായിരിക്കുമല്ലോ. അതുപോലെ ഇവിടെ കുറേ ഷോപ്പുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഏതായാലും ഞങ്ങൾ അവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി. ആമിക്കുട്ടി ഏതായാലും ഭയങ്കര സന്തോഷത്തിലാണ്. അവൾക്ക് പുറത്തിറങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. അത് അവളുടെ ഫേസിൽ കാണാനുണ്ട്. പിന്നെ ഞങ്ങളവിടെ കുറേ ടൈം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഫുള്ളായിട്ട് നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ മെയിനായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ഞാൻ ഇൻക്ലൂഡ് ആക്കിയതാണ്. പിന്നെ ഞങ്ങളവിടെ ഫുള്ളായിട്ടൊന്ന് കറങ്ങിയിട്ടാണ്. കുറേ ടൈം നമ്മളവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു.
ഇതാണ് ഐൻ ദുബായിയുടെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.